വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബ്രെഡ് പുഡിംഗ് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനതിന് നമ്മുടെ ബ്രെഡ് 8 സ്ലൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് 8ഓ 10ഓ സ്ലൈസ് നിങ്ങളുടെ ആവശ്യം അനുസരണം എടുക്കാം. വൈറ്റ് ബ്രെഡാണ് ആവശ്യം. നമുക്ക് 1 കപ്പ് മിൽക്ക് വേണം, പിന്നെ 2 എഗ്ഗ് വേണം, വാനില എസൻസ് വേണം, ഒരു സ്പൂൺ വാനില എസൻസ് വേണം, പിന്നെ നമുക്ക് ഷുഗർ വേണം. ഷുഗർ ഇവിടെ ഞാനൊരു പാത്രത്തിൽ 10 സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ ഞാൻ 5 സ്പൂൺ ഷുഗർ അഡീഷണൽ എടുത്തിട്ടുണ്ട്. അത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബട്ടർ വേണം. ബട്ടർ ഞാനിവിടെ 2 സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബട്ടർ ഇല്ലാത്തവർ 1 സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ബ്രെഡിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക. നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പത്ത് സ്പൂൺ പഞ്ചസാര, നമ്മൾ 2 പാത്രത്തിൽ എടുത്തതിൽ 10 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. നമ്മൾ 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാൽ കൂടി ഇതിലേക്ക് ഒഴിക്കുക. 1 സ്പൂൺ വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കയ്യിൽ നമ്മൾ നുള്ളി എടുത്തിട്ടാൽ മതി, ഒരു നുള്ളുപ്പ്. ഇനി ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നന്നായിട്ട് മിക്സിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വയ്ക്കുക. ബ്രെഡിൽ ഈ പഞ്ചസാരയും പാലും വാനില എസൻസും എല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വയ്ക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്താൽ നമുക്ക് പാനിലേക്ക് ഒഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ബാക്കി ഇരിക്കുന്ന 1 സ്പൂൺ ബട്ടർ വെച്ച് ഈ പാൻ ഒന്ന് നമുക്ക് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞു ബട്ടർ ഇല്ലാത്തവർ 1 സ്പൂൺ ഗീ എടുക്കാൻ പറഞ്ഞു. ആ ഗീ എടുക്കുന്നവർ നമ്മുടെ ബ്രെഡ് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൽ ഗീ ചേർക്കണ്ട. ഈ പാത്രത്തിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ ഗീ എടുക്കാൻ പറഞ്ഞാൽ. ഗീ ആണുള്ളവർ എടുക്കുന്നവരാണെങ്കിലും ഈ പാത്രത്തിലേക്ക് എല്ലാ വശത്തും നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കുക. നന്നായിട്ട് ഞാനിവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 5 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇടുക. നമ്മൾ വെള്ളമോ ഓയിലോ ഒന്നും ആഡ് ചെയ്യണ്ട. ഇതിന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് സിറപ്പായി വരുന്നത് വരെ ഇളക്കുക. ചെറിയ അടുപ്പിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഏറ്റവും കുറച്ച് ഫ്ലെയിമുള്ള അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറിലുള്ള ഒരു സിറപ്പ് ആവുന്നത് വരെ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുക. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുന്നതിന് മുമ്പ് നമ്മൾ മോൾഡിൽ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ആ മോൾഡിലേക്ക്, ഓയിൽ പുരട്ടി വെച്ചിരിക്കുന്ന ആ മോൾഡിലേക്ക് ഇത് നമുക്ക് ഒഴിക്കാം. പിന്നീട് മോൾഡിൽ കാരമലൈസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അടുപ്പത്തു നിന്ന് എടുത്ത് അപ്പം തന്നെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ച് സ്പ്രെഡ് ചെയ്യണം. ഇനി ഇതിന് 1 മിനിറ്റ് നമ്മൾ ഒന്ന് വച്ചിക്കുക, തണുക്കാൻ വേണ്ടി, കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി 1 മിനിറ്റ് വച്ചിക്കുക. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ബ്രെഡും പാലും എല്ലാം കൂടി മിക്സ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുക. നമുക്ക് ഈ പുഡിങ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഓവൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം വയ്ക്കുക. വെള്ളം നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ ഇഡലി തട്ട് തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ പുഡിങ്ങുള്ള പാത്രം വയ്ക്കുക. നമ്മൾ അടപ്പ് കൊണ്ട് നന്നായിട്ട് മുറുക്കി അടയ്ക്കുക. എന്നിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ഇതിനെ വേവിച്ചെടുക്കുക. നമുക്ക് വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് പുഡിങ് ഇതിലേക്ക് വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡലി തട്ട് തിരിച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു വച്ചിരിക്കുന്ന ബ്രെഡ് പുഡിങ്ങിൻ്റെ ഇത് വയ്ക്കുക.
ഇനി നമ്മൾ ഇതുപോലെ ഹോളുള്ള ഒരു അടപ്പ് വെച്ചിട്ട് ഇതിനെ അടയ്ക്കുക. ഹോളുള്ള അടപ്പില്ലാത്തവർ അലുമിനിയം ഫോയിൽ പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. അതിന് നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടാൽ മതി. ഹോൾ ഇട്ടിട്ട് ഇതിൽ വെച്ച് അടയ്ക്കുക. ഇനി ഇതിനെ നമ്മൾ ഇഡലി പാത്രം നന്നായിട്ട് ഇറുക്കി അടച്ചു കൊടുക്കുക. ഇനി 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്ക് ടോട്ടൽ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ നന്നായിട്ട് നമ്മളെ പുഡിങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഒന്ന് ചൂട് പോകുന്നത് വരെ. ഫുള്ളായിട്ട് നമ്മൾ തണുപ്പിക്കേണ്ട. എങ്കിൽ നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് പകുതി തണുക്കുന്നത് വരെ ഇത് വയ്ക്കാം. പകുതി തണുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കത്തി വെച്ച് ഇതിനെ പാത്രത്തിൻ്റെ വക്കിന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ നമ്മൾ എടുത്തിട്ട് തിരിച്ച് വേറൊരു പാത്രത്തിലേക്ക് തട്ടാം. നമ്മളെ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പാത്രത്തിൽ തിരിച്ച് തട്ടുകയാണ് ചെയ്തത്. അപ്പോഴേ നമുക്ക് അടിഭാഗം മേളിലോട്ട് വരും. ഇനി ഇതിനെ നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് തണുപ്പിച്ച് നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. നമ്മുടെ ബ്രെഡ് പുഡിങ് ഫ്രിഡ്ജിൽ ഇരുന്ന് നന്നായിട്ട് തണുത്ത് നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.